നമസ്കാരം. സാധാരണക്കാരുടെ മനസ്സിലേക്ക് ഒരു സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു കാർ വാങ്ങണം എന്നൊരു ആഗ്രഹം കൊണ്ടെത്തിച്ചത് ടാറ്റ മോട്ടോഴ്സ് തന്നെയാണ്. ടാറ്റ മോട്ടോഴ്സിൻ്റെ വാഹനങ്ങളൊക്കെ എത്ര തന്നെ നമ്മൾ കുറ്റം പറഞ്ഞാലും സേഫ്റ്റിയുടെ കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴത്തേക്കും ആ വാഹനത്തെ വെല്ലാൻ ഈ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ നോക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അതിന് മുകളിലേക്കൊക്കെ നോക്കിയാലും മികച്ച വാഹനങ്ങളാണ് ടാറ്റ മോട്ടോഴ്സിൻ്റെ വാഹനങ്ങൾ. സർവീസിൻ്റെ കാര്യത്തിൽ മാത്രമാണ് കുറച്ചൊന്ന് പുറകോട്ട് പോകുന്നത്. കൃത്യമായിട്ട് കംപ്ലൈൻറ്റ് എന്താണെന്ന് റെക്ടിഫൈ ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വരെ ടാറ്റ മോട്ടോഴ്സിനുണ്ട്. ഇതെൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. എന്നാൽ മാരുതി സുസുക്കിയുടെ വാഹനങ്ങൾ നേരെ തിരിച്ചാണ്. അതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയെക്കുറിച്ച് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കേണ്ട ആവശ്യമില്ല. വളരെ മോശം ബിൽഡ് ക്വാളിറ്റി എന്ന് തന്നെ പറയാം. പക്ഷേ ടെക്നിക്കലി ഈ വാഹനങ്ങളൊക്കെ വലിയ തലവേദന കസ്റ്റമേഴ്സിന് ഉണ്ടാക്കുന്നില്ല. പക്ഷേ ബലീനോ, ഫ്രോങ്സ്, ബ്രസ ഇങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ വന്നപ്പോൾ റീസെൻ്റായിട്ട് വന്ന വാഹനങ്ങളാണ്. ഈ വാഹനങ്ങളുടെയൊക്കെ ഫേസ് ലിഫ്റ്റ് വന്നപ്പോഴത്തേക്കും മികച്ച ഒരു പ്രതികരണമാണ് കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ആ പ്രതികരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനങ്ങളുടെ ഗുണനിലവാരം, സേഫ്റ്റി സംബന്ധമായിട്ടുള്ള ആ ഒരു ആശങ്ക മാറി എന്നുള്ളതാണ്. ഹാർട്ട് ടെക് പ്ലാറ്റ്ഫോമിനെ ഹാർട്ട് അറ്റാക്ക് പ്ലാറ്റ്ഫോം എന്നൊക്കെ വിളിച്ചാലും മികച്ച ക്വാളിറ്റിയിലാണ് ഇപ്പോൾ വാഹനങ്ങൾ വരുന്നത്. അത് ഇതിന് മുമ്പുണ്ടായിരുന്ന അവരുടെ മോഡലുകളെയും അല്ലെങ്കിൽ പ്രീ ഫേസ് ലിഫ്റ്റ് മോഡലുകളെയൊക്കെ ഒന്ന് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും മികച്ച വാഹനങ്ങളാണ്. ഇപ്പോൾ ഡിസൈർ എന്ന് പറയുന്ന വാഹനത്തിന് ഗ്ലോബൽ എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റഡ് ലഭിച്ചിട്ടുണ്ട്. ഭാരത് എൻക്യാപ്പിലും ആ വാഹനത്തിന് 5 സ്റ്റാർ റേറ്റിംഗ് ലഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ ഇന്നത്തെ വ്ളോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബലം നോ എന്നൊക്കെ നമ്മൾ പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരുന്ന ബലീനോ എന്ന് പറയുന്ന വാഹനത്തിന് 2025 ജൂൺ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേഷൻ എന്ന നിലയ്ക്ക് ഈ വാഹനത്തിന് 5 സ്റ്റാർ റേറ്റിംഗ് ലഭിച്ചില്ല എന്നുള്ളത് ദുഃഖകരമായിട്ടുള്ളൊരു വാർത്തയാണ്. എന്നാൽ പോലും ഭാരത് എൻക്യാപ്പിൽ 4 സ്റ്റാർ റേറ്റിംഗ് ലഭിച്ചു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. എൻജിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗും നമ്മുടെ ചെറിയ ചെറിയ കോണ്ടൻറ്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഗ്ലോബൽ എൻക്യാപ്പിൽ വാഹനങ്ങൾ അവർ തന്നെ പർച്ചേസ് ചെയ്ത് ഒരു നിശ്ചിത പോയിൻ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് പ്രത്യേക മാനദണ്ഡത്തിലൊക്കെ ഈ ഒരു വാഹനത്തെ ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഗുണനിലവാരവും ആ വാഹനത്തിൻ്റെ എത്രത്തോളം സേഫ് ആണ് എന്നുള്ളത് ഒരു പോയിൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ കാര്യം. എന്നാൽ ഭാരത് എൻക്യാപ്പിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ കമ്പനികൾ തന്നെ വാഹനങ്ങൾ സപ്ലൈ ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ബലീനോയുടെ 2 എയർ ബാഗുള്ള മോഡലും 6 എയർ ബാഗുള്ള മോഡലും അവർ സപ്ലൈ ചെയ്തു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്നാൽ എറീന ഷോറൂമിലുള്ള എല്ലാ വാഹനങ്ങളും, മിക്കവാറും എല്ലാ വാഹനങ്ങളും ഇൻക്ലൂഡിങ് ഓൾട്ടോ K10, വാഗണാർ, അതുമാത്രമല്ല ഈക്കോ പോലെയുള്ള വാഹനങ്ങൾക്ക് വരെ ഇപ്പോൾ 6 എയർ ബാഗ് ഉണ്ട്. എന്നാൽ നെക്സ ഷോറൂമിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും കമ്പനി ഒഫീഷ്യലി പറഞ്ഞിട്ടുണ്ട് നെക്സ ഷോറൂമിലുള്ള വാഹനങ്ങൾക്കും എറീന ഷോറൂമിലുള്ള വാഹനങ്ങൾക്കും 6 എയർ ബാഗ് സ്റ്റാൻഡേർഡായി ലഭിക്കും എന്നുള്ളത്. അതായത് മാരുതി സുസുക്കിയുടെ എല്ലാ വാഹനങ്ങൾക്കും ഇനി മുതൽ 2025 കഴിയുന്നതിന് മുമ്പ് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡായിട്ട് ലഭിക്കും. ബലീനോയുടെ കാര്യം നമ്മൾ എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ ഭാരത് എൻക്യാപ്പിൽ ഈ ഒരു വാഹനത്തിന് 4 സ്റ്റാർ റേറ്റിംഗ് ലഭിച്ചു എന്നുള്ളതാണ്. അത് അഡൽട്ട് ഒക്യുപ്പൻസിയിലാണ് 4 സ്റ്റാർ ലഭിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഈ അഡൽട്ട് ഒക്യുപ്പൻസി പോയിൻറ്റ്സ് എന്ന് പറയുന്നത്? ഇവിടെ 16 പോയിൻറ്റിൻ്റെ 2 ഗ്രൂപ്പാണുള്ളത്. അതായത് ഫ്രണ്ട് ഓഫ്സെറ്റ് ബാരിയർ ടെസ്റ്റ്, അതുമാത്രമല്ല സൈഡ് മൂവബിൾ ഡീഫോമബിൾ ബാരിയർ ടെസ്റ്റ്. ഈ 2 ടെസ്റ്റിനും കൂടെ കൂട്ടിയിട്ട് 32ആണ്. അതിനകത്ത് ഫ്രണ്ട് ഓഫ്സെറ്റ് ബാരിയർ ടെസ്റ്റിൽ 16ൽ 11.54 പോയിൻറ്റ്സാണ് ഈ വാഹനം കരസ്ഥമാക്കിയിട്ടുള്ളത്. ഇനി സൈഡ് മൂവബിൾ ഡീഫോമബിൾ ബാരിയർ ടെസ്റ്റ്, അതിൽ 16 പോയിൻറ്റിൽ 14.99 പോയിൻറ്റ്സാണ് ഈ വാഹനം കരസ്ഥമാക്കിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഫ്രണ്ട് ഓഫ്സെറ്റ് ബാരിയർ ടെസ്റ്റ് 64 km/hലാണ് ആ ഒരു ടെസ്റ്റ് നടത്തുന്നത്. പ്രായോഗികമായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആക്സിഡൻ്റ് ഒക്കെ നടക്കുമ്പോഴത്തേക്കും ഏകദേശം ഏകദേശം വരുന്ന ഒരു സ്പീഡൊക്കെ തന്നെയാണ് ഈ 64 കിലോമീറ്റർ എന്ന് പറയുന്നത്. അതിന് മുകളിലേക്കൊക്കെ പോകുന്ന സ്പീഡിൽ ഈ ഒരു വാഹനത്തിൻ്റെ കേപ്പബിലിറ്റി എന്താണ്, അതിൻ്റെ ഷെൽ സ്ട്രക്ചറിൻ്റെ കേപ്പബിലിറ്റി എന്താണ്, ബോഡി ഷെൽ ഇൻറ്റഗ്രിറ്റി എത്രയാണ്, അതൊന്നും ഇവിടെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല, അല്ലെങ്കിൽ അത് കാണിച്ചിട്ടില്ല എന്നുള്ളത് എടുത്തു പറഞ്ഞൊരു കാര്യം തന്നെയാണ്. ഗ്ലോബൽ എൻക്യാപ്പിൽ വേർണയ്ക്കൊക്കെ 5 സ്റ്റാർ റേറ്റിംഗ് ലഭിച്ചു. അവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോഡി ഷെൽ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ ആണ്. ബോഡി ഷെൽ ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 64 km/hൽ ഈ വാഹനത്തിന് 5 സ്റ്റാർ റേറ്റിംഗ് ലഭിച്ചു എന്ന് കരുതുക, അല്ലെങ്കിൽ ലഭിച്ചു, വേറെ കേസാണെന്നുണ്ടെങ്കിൽ ലഭിച്ചു. ഇനി അതിന് മുകളിലേക്കുള്ളൊരു സ്പീഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബോഡി ഷെൽ ഇൻറ്റഗ്രിറ്റി അൺസ്റ്റേബിൾ ആണ്. അതായത് വാഹനത്തിന് ആ ഇമ്പാക്റ്റ് താങ്ങാൻ കഴിയില്ല, കാഷ്വാലിറ്റി അല്ലെങ്കിൽ ഇഞ്ചുറി കൂടും എന്നുള്ളതാണ് അതിലൂടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി
സൈഡ് മൂവബിൾ ഡീഫോമബിൾ ബാരിയർ ടെസ്റ്റ്, അതിൽ പോൾ ടെസ്റ്റുമുണ്ട്. വാഹനം ഒരു സൈഡിലെ പോളിലേക്ക് വന്ന് ഇടിക്കുന്നു. അത് 29 km/h. ഇനി അത് മാത്രമല്ല, ബാരിയർ ടെസ്റ്റിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ 50 km/h ആ ഒരു വേഗത എന്ന് പറയുന്നത്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും 32-ൽ 26.52 പോയിൻറ്റ്സാണ് ബലീനോ നേടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഫ്രണ്ട് ഓഫ്സെറ്റ് ബാരിയർ ടെസ്റ്റിൽ ആഡിക്വേറ്റ് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ ലഭിക്കുന്നു എന്നുണ്ടെങ്കിൽ ഈ സൈഡ് മൂവബിൾ ഡീഫോമബിൾ ബാരിയർ ടെസ്റ്റിലൊക്കെ കുറച്ച് മികച്ച പ്രകടനമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ ചൈൽഡ് സേഫ്റ്റിയിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും അവിടെ 3 സ്റ്റാർ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. ടോട്ടൽ 24 പോയിൻറ്റ്സിനകത്ത്, അത് ഡൈനാമിക് എന്ന് പറയുന്നൊരു കാറ്റഗറിയാണ്. അവിടെ മാക്സിമം 24 പോയിൻ്റാണ്. അതിൽ 16.81 പോയിൻറ്റ്സാണ് ഈ വാഹനത്തിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. CRS ഇൻസ്റ്റാളേഷൻ അതിൽ 12-ൽ 12 ലഭിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി വെഹിക്കിൾ അസസ്മെൻറ്റിൽ മാക്സിമം 13 അതിൽ വെറും 6 ലഭിച്ചിട്ടുള്ളത്. അതായത് 50% പോലും അവിടെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ടോട്ടൽ 49 പോയിൻറ്റിൽ 34.81 പോയിൻറ്റ്സാണ് ഈ ഒരു വാഹനം ചൈൽഡ് ഒക്യുപ്പൻസിയിൽ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ചൈൽഡ് സേഫ്റ്റിയിൽ 3 സ്റ്റാറും അഡൽട്ടിൻ്റെ സേഫ്റ്റിയിൽ 4 സ്റ്റാറും ഈ ഒരു വാഹനത്തിന് കരസ്ഥമാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എന്തു തന്നെ പറഞ്ഞാലും ഈ ബോഡി ഷെൽ ഇൻറ്റഗ്രിറ്റി എന്താണെന്ന് രേഖപ്പെടുത്താത്തിടത്തോളം ഇത്തരം സ്റ്റാർ റേറ്റിങ്ങിനെയൊക്കെ എത്രത്തോളം നമുക്ക് വിശ്വസിക്കാം എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. പക്ഷേ ടാറ്റയുടെ വാഹനങ്ങളൊക്കെ റിയൽ ആയിട്ടുള്ള ലൈഫിൽ നടക്കുന്ന ആക്സിഡൻറ്റിലൊക്കെ വളരെ നല്ല പ്രകടനം കാഴ്ചവെച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും മാരുതിയുടെ വാഹനങ്ങൾ മികച്ച ഗുണനിലവാരത്തിലേക്ക് വരുന്നു എന്നുള്ളത് അഭിമാനം തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്. നല്ല നല്ല വ്ളോഗ്സ് വേണ്ടി നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.